യുദ്ധങ്ങൾ അവസാനിച്ചാലും അവയുടെ ഓർമ്മകൾ ഭൂമിയിൽ തുടരും. രാമായണത്തിൻ്റെ ഗർജനം മങ്ങി. ലങ്ക കത്തിയ ചാരം നിശബ്ദമായി. ദേവന്മാർ മടങ്ങി, വീരന്മാർ വിശ്രമിച്ചു. പക്ഷേ ഹനുമാൻ പോയില്ല. കാരണം ഹനുമാൻ അറിയാമായിരുന്നു അടുത്ത യുദ്ധം അഹങ്കാരത്തിൻ്റേതാകുമെന്ന്. കാലം നീങ്ങി, യുഗം മാറി. വനങ്ങൾ കാത്തുനിന്നു. കാറ്റ് രഹസ്യങ്ങൾ സൂക്ഷിച്ചു. ഒരു പവനപുത്രനെ മറ്റൊരു പവനപുത്രനിലേക്ക് നയിക്കാൻ. യുഗങ്ങൾക്കിപ്പുറം ജനിച്ചു മറ്റൊരു പവനപുത്രൻ, ഭീമൻ. ബാല്യത്തിൽ തന്നെ ഭീമന് അസാധാരണ ശക്തി. വളർന്നപ്പോൾ ശത്രുക്കൾക്ക് ഭയം, സുഹൃത്തുക്കൾക്ക് ആശ്രയം. ഒരു ദിവസം അവൻ വിശ്വസിച്ചു തുടങ്ങി, ശക്തി മാത്രം മതിയെന്ന്. അപ്പോൾ ദൂരെയൊരിടത്ത് മറ്റൊരു പവനപുത്രൻ, ഹനുമാൻ, അവനെ നോക്കി നിന്നു. യുദ്ധത്തിനല്ല, പരീക്ഷിക്കാനല്ല, ഒരു കാര്യത്തിനായി മാത്രം. ഭീമന്റെ അഹങ്കാരം മാറ്റി സജ്ജമാക്കാൻ. അങ്ങനെയാണ് വനവാസത്തിന്റെ നിശബ്ദതയിൽ ഒരു കൂടിക്കാഴ്ച പിറക്കാൻ തുടങ്ങിയത്. വനവാസം ദ്രൗപദിയിൽ നിന്ന് രാജ്യം മാത്രമല്ല, ഒരു ജീവിതം തന്നെയാണ് എടുത്തത്. ഒരു ദിവസം കാറ്റിനൊപ്പം വന്ന സൗഗന്ധിക പുഷ്പത്തിന്റെ സുഗന്ധം ദ്രൗപദിയെ ഓർമ്മിപ്പിച്ചു നഷ്ടപ്പെട്ട ലോകത്തെ. ഭീമ, ഒരു സൗഗന്ധിക പുഷ്പം എനിക്കായി കൊണ്ടുവരാമോ? ദ്രൗപദി ചോദിച്ചു. ഭീമൻ മറുപടി പറഞ്ഞില്ല. കാരണം അവളുടെ ആഗ്രഹം ഭീമന് വാക്കല്ലായിരുന്നു, ഒരു ഉത്തരവായിരുന്നു. അടുത്ത നിമിഷം ഭീമൻ കാടിന്റെ ആഴത്തിലേക്ക് നടന്നു. പക്ഷേ ആ വനത്തിൻ്റെ ആഴത്തിൽ ഒരു പഴയ വാനരൻ വഴിയിൽ കിടക്കുകയായിരുന്നു. അവൻ്റെ നീണ്ട വാൾ മുഴുവൻ വഴി തടഞ്ഞിരുന്നു. ഭീമൻ പറഞ്ഞു, വഴി വിട്ടു മാറുക. വാനരൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ വൃദ്ധനാണ്. എൻ്റെ വാൾ നീക്കി നീ തന്നെ കടന്നു പോവുക. ഭീമൻ ചിരിച്ചു. ഒരു കൈകൊണ്ട് വാൾ നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അതനങ്ങില്ല. രണ്ട് കൈകൊണ്ട് ശ്രമിച്ചു. പൂർണ്ണ ശക്തിയും ഉപയോഗിച്ചു. എന്നിട്ടും വാൾ ഒരു ഇഞ്ച് പോലും നീങ്ങിയില്ല. അപ്പോൾ ഭീമന്റെ അഹങ്കാരം നശിച്ചു. അവൻ വിനയത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അപ്പോൾ ആ വാനരൻ സ്വരൂപം വെളിപ്പെടുത്തി. അവൻ ഹനുമാൻ, രാമഭക്തൻ, മറ്റൊരു പവനപുത്രൻ, ഭീമന്റെ സഹോദരൻ. ഹനുമാൻ പറഞ്ഞു, ശക്തി മഹത്താണ്, പക്ഷെ വിനയമില്ലെങ്കിൽ അത് അപൂർണമാണ്. ഭീമനെ അനുഗ്രഹിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ രഥധ്വജത്തിൽ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഹനുമാൻ വാഗ്ദാനം ചെയ്തു. സൗഗന്ധിക പുഷ്പത്തിൻ്റെ വഴി ഹനുമാൻ ഭീമനെ കാണിച്ചു കൊടുത്തു. ആ ദിവസം ഭീമൻ പുഷ്പങ്ങൾ മാത്രമല്ല, ഒരു പാഠവും നേടി. ശക്തി മാത്രമല്ല, ശക്തിക്ക് കൂടെ വിനയമുണ്ടായാൽ മാത്രമാണ് അത് മഹത്വമാകുന്നത്.